പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ കൃഷിയിലെ മാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആൻറ്റിയമ്മയെയും മാനസയെയും. ഇതോടെ ആൻറ്റിയമ്മയും മാനസയും എന്ന് പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. കൃഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അവൻ നമ്മളെ പറ്റിക്കുകയാണോ? ഏയ്, കൃഷിനെ നമ്മളെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കൃഷ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ ആൻറ്റിയമ്മേ? കൃഷ് ഇപ്പോൾ എന്നോട് എന്ത് സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊരു കൃഷിനെ തന്നെയാണ് ആഗ്രഹിച്ചത്. കൃഷി നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ഇത്രയധികം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല. അത് ശരിയാ. പക്ഷെ അവൻ പറ്റിക്കുകയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏയ്, കൃഷി നമ്മളെ പറ്റിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അറിയില്ല. എന്നാലും ആ കൺമണിയെ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? കൃഷ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കൺമണി ഒരു പ്രശ്നമാണോ? അതും ശരിയാ. എന്തായാലും ഇനി ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. എന്താ, അതുപോലെ? അത് മതി ആൻറ്റിയമ്മേ. കാര്യങ്ങൾ ഇനി അങ്ങനെ തന്നെ മുന്നിലേക്ക് പോയാൽ മതി. ഇതേ സമയം കൃഷ് വീണ്ടും കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൺമണിയോട് ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പറഞ്ഞതുപോലെ കൃത്യമായി നടന്നില്ലേ? അവളെയൊക്കെ നേരിടണമെങ്കിൽ ഇങ്ങനെയുള്ള തന്ത്രം പ്രയോഗിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തലവേദനയാകും. ഓ, എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ അവളെ ഒന്ന് ഒഴിവാക്കാൻ. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. നീയും ഇനി ഇതുപോലെ തന്നെ അഭിനയിച്ചാൽ മതി. ക്രിസ് സാറിൻ്റെ ഐഡിയ അല്ലേ? പാളിപ്പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാനും കൂടെ നിൽക്കാം. പക്ഷേ അവളെ തൊട്ടും തലോടിയുമുള്ള അഭിനയമൊന്നും വേണ്ട കേട്ടോ. അതെനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. എൻ്റെ കൺമണി, ഇതൊക്കെ ഒരു അഭിനയമല്ലേ? അതിനിടയിലാണോ നീ ഇങ്ങനത്തെ ഓരോ കാര്യം പറഞ്ഞു വരുന്നേ? ഇവളെ കൊണ്ട് തോറ്റു. ഇതിനിടയിലാണ് കൺമണിയെ കണ്ട് സംസാരിക്കുന്നത് മാനസ കാണാൻ ഇടയാകുന്നത്. ഇതോടെ തന്നെ ബുദ്ധിപൂർവം ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അവൾ. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യമല്ലേ? കൃഷിന്റെ അഭിനയം കൊള്ളാം. ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആൻറ്റിയമ്മയെ ചെന്ന് കാണുന്ന മാനസ ആൻറ്റിയമ്മയോട് പറയുകയാണ്, കൃഷ് ചതിക്കുകയാണ്. അവൻ ഇവിടെ അഭിനയിക്കുകയാണ് നമ്മളുടെ മുന്നിൽ. കൺമണിയുടെ മുമ്പിൽ സത്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നമുക്കും അഭിനയിക്കാം. അവൻ മാത്രം അങ്ങനെ കേമനാവണ്ട, മനസ്സിലായോ? ശരിയെന്ന് പറഞ്ഞ് മാനസിയും മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.